സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് തരുന്ന എല്ലാ അവസരങ്ങൾക്കും നന്ദി. അവിടുന്ന് സ്വന്തം ബുദ്ധിയിലൊന്നും പറയാതെ കർത്താവെ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ തന്നെ വാക്കുകൾ തരുവാനെല്ലാം അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും കർത്താവെ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ അതിനെന്നെ സഹായിക്കണമേ കർത്താവെ. അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വം. നമുക്ക് അല്പസമയത്തെ ചെറിയ മെസ്സേജാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 17 to 18. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആവുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മതി. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. വളരെ സുപരിചിതമായ ഒരു വാക്യം തന്നെയാണ്. ഈ വാക്യം എഴുതിയ സാഹചര്യവും ഇത് യോഹന്നാന് കൊടുത്ത വെളിപ്പാടിനെ കുറിച്ചിട്ടുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ പത്മോസ് ദ്വീപിൽ യോഹന്നാനായിരുന്ന സമയത്ത് യോഹന്നാന് കൊടുത്ത വെളിപ്പാടാണ്. യോഹന്നാൻ്റെ ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പോൾ യോഹന്നാന് ദൈവം കാണിച്ചു കൊടുത്ത റെവലേഷൻ, അതാണ് യോഹന്നാന് ഈ പുസ്തകത്തിലൂടെ നമുക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പല വർണ്ണനകളും എല്ലാം നമുക്ക് മനസ്സിലാകുന്നതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ ഭൂമിയിലുള്ള പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നതെങ്കിലും ഇതിൻ്റെ വലിയ വലിയ സ്റ്റഡിയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം ദൈവനാമത്തിൽ ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ഇതിൽ വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്നാണ് അന്ന് പറഞ്ഞത്. വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ യോഹന്നാൻ്റെ കാലഘട്ടത്തിൽ ആയിരിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ആ സമയത്തല്ല. വേഗത്തിൽ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മൾ വായിച്ച പോലെ അവൻ്റെ ഒരു ദിവസം 1000 ദിവസങ്ങളെ പോലെ എന്ന് പറയുന്ന പോലെ ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ള എന്തോ ഒരു കാര്യം പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ലോകം അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. യുദ്ധശ്രുതികളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾക്ക് അറിയാം, ഇന്ന് പാടിയ പാട്ടുകളെല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ദൈവത്തിന് ഒത്തിരി സ്തുതിച്ചു. കാരണം എല്ലാ പാട്ടുകളും മൈ ഹോപ്പ് ഈസ് ഓൺ ലിവിങ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതും, വിണ്ണിൽ എൻ്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി. അപ്പം വിണ്ണിൽ വീടൊരുക്കി കർത്താവ് വേഗം വരും, അതിന് നമ്മൾ ഇവിടെ നമ്മുടെ വേല തികച്ച് നമ്മൾ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പാട്ടുകൾ പാടിയപ്പോൾ തീർച്ചയായിട്ടും ഈ ലോക സംഭവങ്ങൾ അത് തന്നെയാണ് കാണിക്കുന്നത്. കർത്താവിൻ്റെ വരവ് വേഗം വരാറായി. അപ്പോൾ കർത്താവിൻ്റെ വരവ് വേഗം വരാറായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ലോകം അതിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്. ലോകം ഒരുങ്ങുമ്പോൾ നമ്മൾ വിശ്വാസികളായ നമ്മുടെ പ്രതീക്ഷ എന്താണ്, നമ്മുടെ പ്രത്യാശ എന്താണ്, നാളെക്കുറിച്ച് നമുക്ക് എന്തുമാത്രം ബേർഡനാണ്, അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു പ്രത്യാശയുടെ ഉറപ്പിലാണോ നമ്മൾ നിൽക്കുന്നത്? ഇതൊക്കെ തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ ദൈവത്തെ കാണുന്ന ഒരു ഭക്തൻ്റെ ഒരു കാര്യമാണ് അവൻ ശരിക്കും പറഞ്ഞാൽ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ദൈവത്തെ കാണുന്ന എല്ലാവരുടെയും ഒരു അവസ്ഥ ഇത് തന്നെ ആയിരിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 1:28. പഴയ നിയമത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നില്ല, പക്ഷേ അവൻ്റെ മഹത്വം കണ്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം: അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. സംസാരിക്കുന്ന ഒരു ശബ്ദവും കേട്ടു. അപ്പോൾ യെഹെസ്കേൽ പ്രവാചകനും ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സമയത്ത് ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്.
അതായത് ദൈവത്തിൻ്റെ അടുക്കൽ ഇപ്പം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ നിലത്ത് വീഴുന്ന ഒരവസ്ഥ, മരിച്ചവരെ പോലെ നമ്മൾ നിലത്ത് വീഴുന്ന ഒരവസ്ഥയാണ് അവിടെ പറയുന്നത്. അതുപോലെ അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അപ്പം ദൈവത്തിന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആദ്യനും അന്ത്യനും. ആദ്യനും അന്ത്യനും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44:6 പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44:6. രാജാവായ യഹോവേ, അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാവുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ആമേൻ. അപ്പം ഇവിടെ പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന് മാത്രം പറയാനുള്ള ഒരു എന്താ പറയുക, ആ പോയിൻ്റ് ആദ്യനും അന്ത്യനും വേറെ ഒരാൾക്കും അത് പറയാൻ പറ്റത്തില്ല. അത് തന്നെ റെവലേഷൻ ചാപ്റ്റർ 22:13 പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 22:13 അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് അതൊരു ഉറപ്പ് തരാൻ വേണ്ടിയിട്ട് പലയിടത്ത് ദൈവത്തെക്കുറിച്ച് കാണിക്കുന്ന വചനങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇവിടെ മരിച്ചവനെ പോലെ ആയിരുന്നു, അവൻ്റെ കാൽക്കൽ വീണു, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പല സംഭവങ്ങളും, ഈ ഫ്ലൈറ്റിൻ്റെ അപകടത്തെക്കുറിച്ചിട്ടുമൊക്കെ നമ്മൾ കേട്ട സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നല്ല വിഷമമുണ്ടായി. കാരണം അതിനകത്ത് കയറുമ്പോഴും നമ്മളും ഒരുപക്ഷെ വിശ്വാസികളായ നമ്മൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കും കയറുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, ഇത് ലാൻഡ് ചെയ്യുമ്പോഴും ബോർഡിങ് ആ സമയത്തെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പം റീസെൻ്റ്ലി ഒരു എയർ ഹോസ്റ്റസ് പറഞ്ഞ ഒരു ന്യൂസ് ഇതാണ്. അതിനുശേഷം UK പോയ ഫ്ലൈറ്റിൽ പോയ സമയത്ത് അതിലുള്ളിരുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന്. അപ്പം ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എല്ലാവർക്കും ഒരുപോലെ ഒരു ചിന്ത, കാരണം ഇതിനപ്പുറത്തേക്ക് എന്താണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ പലരും ചോദിച്ചു, ദൈവം ഇത്ര ക്രൂരനാണോ, അല്ലെങ്കിൽ ദൈവം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, പിഞ്ചു കുഞ്ഞുങ്ങളില്ലേ, പല കാര്യങ്ങളില്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോഴും എൻ്റെ മനസ്സിലായ ഒരു കാര്യം ഇങ്ങനെയാണ്. കാരണം ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത്രയാണ്. കാരണം എൻ്റെ അവസ്ഥയും ഇത്രയേ ഉള്ളൂ. കാരണം ഇന്ന് അല്ലെങ്കിൽ ഇന്ന് മാറിപ്പോകുന്ന ഒരു പൂ പോലെ അല്ലെങ്കിൽ ഒരു മഞ്ഞുതുള്ളി പോലെയാണ് നമ്മുടെ അവസ്ഥ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എന്തും എപ്പം വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പം സംഭവിക്കാം എന്ന് നമുക്ക് അറിയുമ്പോൾ തന്നെ ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു പ്രത്യാശ ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മളെ ദൈവം പല കൂട്ടായ്മകളിൽ നമ്മളെ ആക്കിയിട്ടുണ്ട്. പല സമയത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ കേട്ടു. സുനിൽ ബ്രദർ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. കാരണം ഈ ലോകത്ത് 2 തരം ആൾക്കാരേ ഉള്ളൂ, ഒന്ന് ആത്മാവുള്ളവരും ഒന്ന് ആത്മാവില്ലാത്തവരും. ആത്മാവുള്ള നമ്മളാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾ നമുക്കറിയാം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാണ്. അപ്പോൾ എല്ലാവരെക്കുറിച്ചും അല്ല അത് പറയുന്നത്, വിശ്വസിച്ച് നമ്മൾ ദൈവമക്കളാണ് എന്ന് നമുക്കൊരു ബോധ്യമുണ്ട്. നമുക്ക് ആ ബോധ്യമുള്ള സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന് ബാക്കിയുള്ള ലോകത്തിൻ്റെ ആൾക്കാർക്ക് ഒരുപക്ഷെ അവരുടെ കൂടെ ഇന്നത്തെ ഒരു ടേംസിൽ പറയുകയാണെങ്കിൽ അവർക്ക് ChatGPT ഉണ്ട്. അപ്പോൾ അവർക്ക് AI അവർ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ചോദിക്കാം, പറയാം. ഈ മരുന്ന് കഴിക്കണോ, എനിക്ക് തലവേദന എടുക്കണോ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം വേറൊരു മൂഡിലാണ്, എന്താണ് സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം തരുന്നു. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ കർത്താവ് നമ്മളിൽ ഈ ആത്മാവ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ആത്മാവ് ഒരിക്കലും ആത്മാവിനെ മഹത്വപ്പെടുത്താനല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ള സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എപ്പോഴും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മളിൽ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മഹത്വപ്പെടുത്തുന്നത് നമ്മൾ ക്രിസ്തുവിനെയാണ്. അതെങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ, അതിനാണ് ദൈവം ഈ സാഹചര്യങ്ങളൊക്കെ തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 2-3 ആഴ്ച കൊണ്ട് ഒരു ചെറിയൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുമായിരുന്നു.
അപ്പോൾ അതിലൂടെ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്. നമ്മൾക്ക് ഈ 2 വർഷം ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷം ആകാറായി. 2 വർഷത്തെ കമ്പനിയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഹയർ മാനേജ്മെൻറ്റിൽ. അപ്പോൾ ഞാൻ വളരെ മനോഹരമായിട്ട് ബിഫോർ ആഫ്റ്റർ എന്നൊക്കെ ഉള്ള പണ്ടിങ്ങനായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയാണ്, പിന്നെ വീണ്ടും ചാറ്റ് GPT നിന്നൊക്കെ കുറച്ച് കോപ്പിയൊക്കെ അടിച്ച് എല്ലാം വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അവിടെ പോയി. അപ്പോൾ എൻ്റെ മനസ്സിലറിയാം, കാരണം 2 വർഷം മുമ്പിട്ട് എങ്ങനെയായിരുന്നു അതുപോലെ അല്ല, ഇപ്പോൾ ഒരുപാട് സിസ്റ്റം മാറി, പല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഒത്തിരി ഔട്ട്പുട്ടും കാര്യങ്ങളും എല്ലാം കാണിച്ചു. ഏകദേശം ഒരു 1.5 അവറിൻ്റെ ഒരു മീറ്റിംഗ് അവർ പറഞ്ഞിരുന്നത് കമ്പനിയിലെ CEO ആയിട്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ ചെന്ന സമയത്ത് വളരെ കാരണം എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ബലത്തിലാണ് ഞാൻ പോയത്. അവിടെ ചെന്നിട്ട് ഈ പ്രസൻറ്റേഷൻ എല്ലാം കാണിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ ആയിരുന്നു, കാരണം ഇതെല്ലാം കാണുമ്പോൾ അവർ പറയും നല്ലവനും വിശ്വസ്തനുമായ അജി, നീ അവധിക്കാലങ്ങളിലെല്ലാം വർക്ക് ചെയ്തു, നീ അത് ചെയ്തു ഇത് ചെയ്തു, എന്നായിരിക്കട്ടെ കുറച്ച് പൈസ അല്ലെങ്കിൽ നിൻ്റെ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ പോയി ഇതെല്ലാം പറഞ്ഞിട്ട് ഈ എന്താ പറയുക, ഈ കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെയായിരുന്നു ശരിക്കും. അവർക്കൊന്നും അവർ അതിനകത്തൊന്നും നമ്മളെ ഒന്നും പറഞ്ഞെന്ന് മാത്രമല്ല, അവരിതിനകത്തുള്ള നെഗറ്റീവ് കാര്യങ്ങളും എല്ലാം അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇതെല്ലാം ഒരു കുമിള പോലെ ജസ്റ്റ് പൊട്ടിപ്പോയതുപോലൊരവസ്ഥ. ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന സമയത്ത് എൻ്റെ ബോസ് എന്നെ വിളിച്ച്, പുള്ളി ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ. പുള്ളി പറഞ്ഞ് നീ വിഷമിക്കേണ്ട, എൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞ് പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അന്ന് രാത്രി വീട്ടിൽ വന്ന് നമുക്കപ്പോൾ ഒരു തകർച്ചയും നുറുക്കുമൊക്കെ വന്നല്ലോ. തകർച്ചയും നുറുക്കുമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ദൈവത്തോടെ ഒന്ന് അടുത്തിരിക്കാനായിട്ട്. അതാകുമ്പോൾ പിന്നെ ബാക്കിയുള്ളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ആരോടും നമുക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ നാട്ടിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നുറുക്കം കൂടാതെ ഞാൻ കർത്താവിനടുത്ത് പോയി അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഇതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ അങ്ങനെ അത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു ഔട്ട്പുട്ടും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് കാണിച്ചു തന്നത്, നീ ഇതെല്ലാം ഭയങ്കര ഡയലോഗ് പറയുന്നത് ഇതെല്ലാം നീ ചെയ്തു എന്നാണ് നീ പറയണേ. കുറച്ച് ദിവസം മുമ്പ് വരെ നീ പറഞ്ഞു നിന്നെ കർത്താവ് ഖത്തറിൽ കൊണ്ടുവന്നതാണ്, ഇവിടെ ഒരു പർപ്പസ് ഉണ്ട്, ഇവിടെ പിന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനാണ്. ഇപ്പം നീ പറയുന്നത് ഇതെല്ലാം നീ ചെയ്തതാണ്, നീ ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കാനാണ്. അപ്പോൾ അത് എനിക്കറിയാമെങ്കിലും ഈ ഒരു ബോധ്യം വന്ന സമയത്ത് കർത്താവേ നീ തന്നെയാണ് എല്ലാം ചെയ്തത്, ഞാനൊന്നും ചെയ്തതല്ല. അപ്പോൾ നൈസായിട്ട് ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം നമുക്ക് എപ്പോഴും ഉണ്ട്. കാരണം അവിടെ ഒന്നും ദൈവത്തിനല്ല മഹത്വം. അതിപ്പോൾ അതിൻ്റെ ഹാങ് ഓവറില്ല, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ഞാൻ വരുമ്പോൾ വീണ്ടും ഇതുപോലൊരു നുറുക്കം തന്ന് ഇങ്ങനെയാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊന്നും ഒരു ക്രെഡിറ്റ് എടുക്കാനായിട്ട് നമുക്കിവിടെ ഒന്നുമില്ല. അവൻ തരുന്ന കാര്യങ്ങൾ, അവൻ തരുന്ന പരിജ്ഞാനം, അവൻ തരുന്ന നോളജ്, അവൻ തരുന്ന ജോലി. പിന്നീട് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു, ദൈവമേ ആകാശവും ഭൂമിയും ചന്ദ്രനും സകല ചരാചരങ്ങളും ഉണ്ടാക്കി, ഈ ഖത്തറിനെയും നീ തന്നെ ഉണ്ടാക്കി, ഇവിടുത്തെ കമ്പനിയെ നീ ഉണ്ടാക്കി, ബോസിനെയും നീ ഉണ്ടാക്കി, എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് നിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്നെ വിശദീകരിക്കാനാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മകളും, തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മളാരും തികഞ്ഞവരായതുകൊണ്ടല്ല, നമ്മളാരും നല്ലവരായതുകൊണ്ടും അല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളോടുള്ള ആ ഒരു സ്നേഹവും ദൈവത്തിൻ്റെ ആ ഒരു കൺസിഡറേഷനും കൊണ്ടാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ തരത്തിലുള്ള യങ്സ്റ്റേഴ്സും ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണത്തിന് ദിവസങ്ങൾ കാത്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, പല ജനറേഷൻസിലുള്ള ആളുകൾ നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മയിലുണ്ട്. ഇവിടെ എല്ലാവരോടും കർത്താവ് അവരവരായിരിക്കുന്ന സമയത്ത്, അന്ന് സുനിബദർ പറഞ്ഞു, കുവൈറ്റ് ചർച്ചിലൊരു സഹോദരൻ പറഞ്ഞു എന്ന്, പെട്ടെന്ന് നിങ്ങളെല്ലാം ഇതെല്ലാം എൻജോയ് ചെയ്ത് പോയതാ, ഇനിയിപ്പം കർത്താവ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്തില്ലല്ലോ, ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ വളരെ വിഷമത്തോടു കൂടിയാണ് അവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ഒരു റെവലേഷൻ കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ ആ പാടുന്നത് പോലെ ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ, സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മാണിക്യം വെടിയുകില്ല ഞാൻ,
ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. അപ്പോൾ ഇതിൽ പറയുന്ന ലോകസുഖ സൗകര്യങ്ങൾ അങ്ങനെ ജസ്റ്റ് വരുന്നതെന്നല്ല പറയുന്നത്. ഈ ലോകസുഖ സൗകര്യങ്ങൾ മോടിയോടെ വരുന്നത്. അപ്പോൾ അത് നമ്മളെ എപ്പോഴും ടെംപ്റ്റ് ചെയ്യിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് പിന്നെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ മാണിക്യം ആ കർത്താവിൻ്റെ ആ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ അവിടെയാണ് യഥാർത്ഥ മാണിക്യം എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് പെട്ടെന്ന് അത് മാറത്തില്ല. നമ്മുടെ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ദൈവം അത് നമ്മളെ മാറ്റി ഇവിടെ ബാക്കിയുള്ളവർ നല്ലതെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആരാധന ലീഡ് ചെയ്യുമ്പോഴോ പാട്ടിൽ കുറവോ മെസ്സേജിൽ കുറവോ അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് വെച്ചൊന്ന് തെറ്റിപ്പോയാലോ, കാരണം ഇവിടെ ആരും നമ്മളെ മാർക്കിടുന്നില്ല. ഞാൻ അന്ന് അതിന് ശേഷം ആലോചിച്ചത്, നമുക്ക് മാർക്കിടുന്ന ഒരു ദിവസമുണ്ട് സ്വർഗത്തിൽ. കാരണം കർത്താവ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികൾ കണക്കിട്ടിട്ട് തീയിലൂടെ കടത്തി വിടുമ്പം ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടത്തോടെ കത്തിപ്പോകുന്നതും, ലീന സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, അവിടെ ക്രിസ്തു നമ്മളിൽ വസിച്ച് ചെയ്ത എത്ര പ്രവൃത്തികളുണ്ട്, അത് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രവൃത്തികളായിരിക്കും. അല്ലാത്ത പ്രവൃത്തികളെല്ലാം നമ്മൾ കത്തിപ്പോകുന്ന പ്രവൃത്തികളാണ്. അപ്പം നമ്മളെ അത് പഠിപ്പിക്കണമെങ്കിൽ ദൈവം നമ്മളെ പല സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോയിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് പ്രാഗൽഭ്യത്തോടെ കർത്താവിനടുത്ത് ചെല്ലുവാനായിട്ട്, കർത്താവേ നീ എന്നിലൂടെ ചെയ്യിക്കുന്ന പ്രവൃത്തികൾ, അപ്പം കർത്താവ് ചെയ്യിക്കുന്ന പ്രവൃത്തികളാകുമ്പോൾ അവിടെ നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ നോക്കത്തില്ല. കാരണം അത് കർത്താവ് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ്. അതിവിടെ എൻ്റെ ബലമില്ല, എൻ്റെ ശക്തിയില്ല, എൻ്റെ ഒന്നുമില്ല. കാരണം ഞാനില്ലാതാണ് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയും, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയും, ഞാനോ കുറയണം അവൻ വളരണം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ബൈബിളിൽ കൊടുത്തേക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3:30 ഒന്ന് വായിച്ചേ. അവൻ വളരണം, ഞാനോ കുറയണം. പലപ്പോഴും ഞാനും ഇത് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ കുറയണം കർത്താവേ, ഞാൻ താഴ്ത്തുന്നു അല്ലെങ്കിൽ ഞാൻ കുറയുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കുറയാൻ പറ്റില്ല. അവൻ വളരുമ്പം മാത്രമാണ് ശരിക്കും ഞാൻ കുറയുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മളിൽ വളരുമ്പോൾ ഞാനെന്നുള്ള അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ വളരാനായിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ എനിക്കെങ്ങനെ കുറയാൻ പറ്റും? ഇപ്പം പലപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ച് പോലും ഒരു ധാരണയില്ല. നമ്മളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് പോലും തെറ്റാണെന്ന് ദൈവം കാണിച്ചു തരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന്. പല സാഹചര്യങ്ങളും ദൈവം അത് കാണിച്ചു തരണം നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ. ഇപ്പോൾ ഒരു പക്ഷേ ദ്രവ്യാഗ്രഹത്തിലൊക്കെ കുറച്ചൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്ന ഒരാൾ പറയുകയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല സഹോദരൻ, എനിക്കിപ്പം പൈസയോടൊന്നും വലിയ ആഗ്രഹം ഇല്ല. പക്ഷേ അടുത്ത സെക്കൻഡിലായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യം ദൈവം കാണിച്ചു തരുമ്പോൾ ആ പുള്ളി അതേ ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നതായിട്ടും. അതുകൊണ്ട് നമുക്കൊന്നും ഒരാൾക്കും അത് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ സാഹചര്യത്തിലും ഓരോ നമ്മുടെ ഏരിയയിലും ദൈവത്തിന് ക്രിസ്തുവിനെ പോലെ നമ്മളെ പണിയണമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരണം. അത് കാണിച്ചു തരണമെങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കണം. നമ്മളെ ഒരു വീട്ടിൽ ഇങ്ങനെ അടച്ചിട്ടിരുന്നിട്ട് നമ്മളെ നന്നാക്കുകയല്ല ദൈവം തരുന്നത്. ദൈവം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ നമ്മളെ ആക്കിയിട്ട് ഈ ലോകത്തിലുള്ള ആൾക്കാരിലൂടെ തന്നെ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് ദൈവം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാക്യത്തിലേക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 1:17-18. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഈ മരണത്തെ ജയിച്ച കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇപ്പം ഈ താക്കോൽ ഉള്ളത്. പാതാളത്തെയും മരണത്തെയും ജയിച്ച പാതാളത്തിൻ്റെ നമുക്ക് അതറിയാം. ലാസറിൻ്റെ കാര്യം പറയുമ്പം ധനവാൻ പാതാളത്തിലാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 6:9-10 വരെ. ഇനി മരിക്കയില്ല, മരണത്തിനും അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ആമേൻ. അതിൻ്റെ 6 മുതൽ വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കുകയില്ല.
മരണത്തിന് അവൻ്റെ മേൽ ഇനിയും കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അപ്പം ക്രിസ്തു ഒരിക്കലായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും ഇപ്പം നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ ജീവനിലാണ് നമ്മളെ ജീവിക്കാനായിട്ട് കർത്താവ് ഏൽപ്പിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഈ ബലത്തിലല്ല, നമ്മുടെ ശക്തിയിലല്ല, എല്ലാ സാഹചര്യങ്ങളിലും ഞാനില്ലാതായി അവിടെ ക്രിസ്തു ജീവിക്കുന്ന സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ കർത്താവിനോട് ഏറ്റവും കൂടുതൽ അനുരൂപരായിട്ടുണ്ട് മാറുന്നത്. ഈ ഒരു പ്രോസസ്സ് പലരും നമ്മുടെ യങ്സ്റ്റേഴ്സിലാവട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, എല്ലാവരും അവരവരുടെ ഏരിയയിൽ കർത്താവ് അത് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു. നമുക്ക് മാതൃകയാക്കാനായിട്ട് ഇവിടെ ഒരാളേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ്. ഇവിടെ വന്ന് പറയുന്ന ആരും മാതൃകയല്ല. ഇവിടെ നമ്മൾ കാണുന്ന ലോകത്തിലെ പല ആൾക്കാരുടെ എക്സാമ്പിൾ എടുത്താലും അവരൊന്നും നമ്മുടെ ഒരു മാതൃകയല്ല. അവർ എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അവർ ക്രിസ്തു എന്ന ആ ലക്ഷ്യത്തിലേക്ക് നോക്കിയാണ് നമ്മുടെ ഓട്ടം വേണ്ടത്. അല്ല നമ്മൾ ഒരു പർട്ടിക്കുലർ ആളെ നോക്കിക്കഴിഞ്ഞാൽ, അല്ല ഈ സഹോദരനെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലോ, ഈ സഹോദരിയെ പോലെ ആഗ്രഹിക്കുന്നതാണെങ്കിലോ ശരിക്കും നമ്മൾ അവരുടെ ബലഹീനത തന്നെ കർത്താവ് കാണിച്ചു തന്ന് കർത്താവ് ബോധ്യപ്പെടുത്തും. കാരണം ഇവിടെ പൂർണ്ണനായിട്ടുള്ള ക്രിസ്തു മാത്രമേ ഉള്ളൂ. കർത്താവിനെ മാത്രമേ നോക്കി നമ്മുടെ യാത്ര മുമ്പോട്ട് പോകാവൂ. പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുമെന്ന് പറയുമ്പം പൗലോസ് ക്രിസ്തുവിനെ എങ്ങനെ ആ വിശ്വാസത്താൽ അനുഗമിച്ചുവോ അതേ വിശ്വാസം നമുക്ക് അനുഗമിക്കാം. കഴിഞ്ഞ നമ്മൾ അവധി സമയങ്ങളിലെല്ലാം നമ്മൾ ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തുമ്പം പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനകത്തൊരു വരവാണ് വിശ്വാസത്തിനുള്ള വരവെന്നും പറയുന്നുണ്ട്. വിശ്വാസത്തിനുള്ള വരവും, അപ്പം പലരുടെയും വിശ്വാസം കുറച്ചായിരിക്കാം, ചിലർക്ക് കൂടുതലായിരിക്കാം, അതുപോലും ദൈവം തരുന്ന ഒരു വരവാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബലഹീനരായ വിശ്വാസികളാണെങ്കിൽ അവരോട് നമുക്ക് കൃപ കാണിക്കാം. എനിക്ക് ഇന്ന് കേട്ടൊരു മെസ്സേജാണ്, ഒരു 5 മിനിറ്റ് മെസ്സേജേ ഉള്ളൊരു സഹോദരി പറഞ്ഞ മെസ്സേജാണ്. അപ്പോൾ അതിൽ കൃപയും സത്യത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു നമുക്കറിയാം, അവൻ കൃപയും സത്യവും ഉള്ളവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം കർത്താവിൻ്റെ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഫസ്റ്റ് കാണിക്കുന്ന കൃപയാണ്. ആ ശമരിയാക്കാരി സ്ത്രീ അവിടെ വന്ന സമയത്തും ആ കർത്താവ് കൃപയാണ് കാണിച്ചത്. കർത്താവ് വന്ന് അവരുടെ ആഗ്രഹവും അവൾക്ക് ജീവജല നദി കൊടുക്കാനായിട്ട് കർത്താവ് പറഞ്ഞതിന് ശേഷമാണ് അവിടെ സത്യം പറയുന്നത്. ആ മലയിലും അല്ല, ഈ മലയിലും അല്ല എന്നൊക്കെ പറയുമ്പം ശരിക്കും ജീവനുള്ള ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആദ്യം അവളോട് കൃപ കാണിച്ചു. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവളോട് ആദ്യം കൃപയാണ് കാണിച്ചത്. അവരെല്ലാം പോയതിന് ശേഷം പറഞ്ഞ് നീ പാപം ചെയ്യരുത്. പലപ്പോഴും നമ്മുടെ അല്ല എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സത്യം കാണിക്കാനായിട്ട്, സത്യം പറയാനായിട്ട് ഭയങ്കര ആത്മാർത്ഥത കാണിക്കുക, അല്ലെങ്കിൽ ഇത് സത്യം, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൃപ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ മറന്നു പോകും. ഫസ്റ്റ് നമ്മൾ കൃപ കാണിക്കുക, കൃപയോടുകൂടെ സത്യം പറയണം. കൃപ മാത്രം കാണിച്ചിട്ടും കാര്യമില്ല, കൃപയും കാണിക്കണം, പക്ഷേ അതിനോട് കൂടെയാണ് സത്യം പറയേണ്ടത്. കാരണം കർത്താവ് നമ്മളോട് കാണിക്കുന്നത് ഈ ഒരു കൃപ തന്നെയാണ്. കാരണം അവൻ്റെ കൃപയാലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ ആദ്യം വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു അസുഖമായിട്ട് വരുന്ന ഒരാളെ കർത്താവ് ആദ്യമേ ഞാൻ ദൈവമാണ് എന്നല്ല പറയുന്നത്. അവൻ്റെ അസുഖം സൗഖ്യമാക്കിയതിന് ശേഷമാണ് അവൻ്റെ ആ നീഡ് കർത്താവ് ക്ലിയർ ചെയ്തിട്ടാണ് കർത്താവുമായിട്ടുള്ള ഒരു റെവലേഷൻ കൊടുക്കുന്നത്. ജോലി ഇല്ലാത്ത ഒരാൾക്ക് ജോലി കൊടുക്കും, തീർച്ചയായിട്ടും ദൈവം കൊടുക്കും. കൊടുത്തതിന് ശേഷമാണ് ആ സത്യത്തിലേക്ക് ദൈവം നടത്തുന്നത്. നമ്മളെ ഓരോരുത്തരും അങ്ങനെയാണ്. പല പാരമ്പര്യ സഭകളിലുള്ളവർ പോലും നമ്മൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഈ സത്യം അറിഞ്ഞ് വന്നതല്ല. നമ്മളെ ആ സത്യം അറിയിക്കാൻ വേണ്ടി ദൈവത്തിന് നമ്മളെ പലരിലൂടെ കൊണ്ടുപോകേണ്ട, പല സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളോട് അവൻ ഇപ്പോഴും കൃപ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൊവ്വാഴ്ച ലനീഷ് ബദർ പറഞ്ഞ പോലെ ബാലശിക്ഷയെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയാണ്, കാരണം അവൻ മക്കളെ ശിക്ഷിക്കും. ഞാൻ പറയും എപ്പോഴും ഈ അടി പാഴ്സലായിട്ട് കിട്ടുമെന്ന് പറയും. കാരണം തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കുന്ന ഒരു അപ്പൻ തന്നെയാണ് നമുക്കുള്ളത്. അപ്പം ശിക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അപ്പനൊരു ഉദ്ദേശമുണ്ട് നമ്മളെക്കുറിച്ച്. തീർച്ചയായിട്ടും ശിക്ഷിച്ച് തന്നെയാണ് നടത്തുന്നത്. പിന്നെ കർത്താവ് എവിടെയാണ് ആ ലിമിറ്റ് വെച്ചേക്കുന്നതൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഈ അടി കിട്ടുന്നതിന് മുമ്പിട്ടേ അപ്പനോട് പോയിട്ട് എല്ലാം തുറന്നു പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കും. കാരണം അടി കിട്ടിക്കഴിഞ്ഞിട്ട് പറയുമ്പോഴത്തേനും മുറിവുകോട് കൂടെയാണല്ലോ നമുക്ക് പോകേണ്ടത്. പക്ഷേ ദൈവത്തിന് അറിയാം, ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു ക്രൂരനായ ഒരു അപ്പനുമല്ല, അവൻ സ്നേഹമുള്ള അപ്പനാണ്. അവൻ നമ്മളെ പണിയാനും നമ്മളെ ആ വിശ്വസ്തതയിലേക്ക് കൊണ്ടുപോകാനുമാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ ന്യൂസുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുമ്പോഴും നമുക്ക് ദൈവമക്കൾക്ക് ഒരു വിശ്വാസം വേണം. നമ്മൾ ഇന്ന് എന്ത് സംഭവിച്ചാലും
ഖത്തറൊക്കെ ഒരു ചെറിയൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. എന്ത് സംഭവിച്ചാൽ തന്നെയും ഞാൻ അടുത്ത സെക്കൻഡിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കർത്താവിൽ നിന്നും പ്രാപിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഞാനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. കാരണം ഇവിടെ വന്ന് പറയുമ്പം നിങ്ങളിൽ അധികം ആരും ഉപദേഷ്ടാക്കളായിരിക്കരുത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എനിക്കെപ്പോഴും ഒരു പേടിയുണ്ട്. കാരണം ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറഞ്ഞാലും ഒരു കുറച്ച് കഴിയുമ്പോൾ പിന്നെ പറയുന്നതൊക്കെ നമ്മുടെ ഒരു ജഡത്തിൽ നിന്നായിരിക്കും. പിന്നെ ഇവിടെ ഒരു പക്ഷേ ബാക്കിയുള്ളവർ ഉപദേശിക്കുന്ന തലത്തിലേക്ക് പോകും. ഞാൻ അതുകൊണ്ട് ഉപദേശിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം ഒന്നും ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ്. അവൻ്റെ കൃപയിൽ നടക്കുന്നു. തീർച്ചയായിട്ടും ആ കൃപ നമുക്ക് എപ്പോഴും വേണം. അതേ കൃപ മറ്റുള്ളവരോടും കാണിക്കുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാം സ്കൂളിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിലായിരിക്കുമ്പോഴും ഹോസ്റ്റലിലായിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പലരും പറയും, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ടെംപ്റ്റേഷൻ വരുന്ന കാര്യങ്ങളും ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. ലോകം ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ വന്ന സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ പഠിച്ച സമയത്തിനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആണിപ്പോൾ. ഇതിലും അഡ്വാൻസ്ഡ് ആയിരിക്കും നാളെ. പക്ഷേ എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 2025 നമ്മളിപ്പം ഇവിടെയാണ് കർത്താവ് ആക്കിയിരിക്കുന്നതെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് കർത്താവ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൃപ തന്നെയാണ് കർത്താവ് തരുന്നത്. അപ്പോൾ ഒരിക്കലും അവൻ്റെ കൃപയിൽ ഒരു ലാക്ക് വരുന്നില്ല, കുറവ് വരുന്നില്ല. എപ്പോഴും ആ കൃപാസനം ഓപ്പണാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രാഗൽഭ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പോകാം. പഴയത് നോക്കി നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. മുമ്പോട്ടുള്ള യാത്രയിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പോകുവാൻ ഞാൻ അവിടെ ഒരു ആത്മാർത്ഥമായിട്ട് കർത്താവിനടുത്ത് പോകാൻ കർത്താവ് തന്നെ നമ്മളെ സഹായിക്കും. അവിടെ ആർക്കും ഒരു ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും നാൾ നഷ്ടപ്പെടുത്തി എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇതാണ് സുപ്രസാദ കാലം എന്ന് പറയുന്ന പോലെ ദൈവത്തിന് ഓരോരുത്തർക്കും ഓരോ സമയം ദൈവം വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കട്ടെ. കാരണം ഈ ഒരു കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും നല്ല അവസരമായിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഇതുപോലുള്ള സത്യവചനങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. പലരുടെയും അണ്ടർസ്റ്റാൻഡിങ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ചിട്ടും വളരെ വ്യക്തമായ പ്ലാനുണ്ട്, വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ട്. കാരണം അവൻ ഒരിക്കലും തകർക്കാനല്ല, നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് വിശ്വസ്തയോട് ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ സാധിക്കട്ടെ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ഈ വചനങ്ങളെ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം.